A very good morning to all. So, today in this class, we'll be dealing with a new teaching strategy which is simulation. So, simulation official definition like let's see what is simulation. Many times we have been exposed to simulation during our teaching process, and you have done simulations in many situations. Like കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് ലാബിൽ കൊണ്ടുപോയിട്ട് സി പി ആറിൻ്റെ ഒരു സിമുലേറ്റഡ് സിറ്റുവേഷൻ ഡോൺസർ തന്നിരുന്നു, ഓർമ്മയുണ്ട? ലൈക്ക് ഇന്നതാണ് സിറ്റുവേഷൻ, എന്താണ് നിങ്ങൾ ചെയ്യുക എന്ന് ചോദിച്ച് ഒരു സിമുലേറ്റഡ് സിറ്റുവേഷൻ. So simulation is a process in which the students are exposed to a real life situation so that they can practice in an artificial setting before practicing in patients. സിമുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പേ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് സിമുലേഷൻ. ഇവിടെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ റിയൽ ലൈഫ് സിറ്റുവേഷൻ, റിയൽ ലൈഫിനോട് സിമിലറായ ഒരു ആർട്ടിഫിഷ്യൽ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും സോ ദാറ്റ് ദ സ്റ്റുഡൻസ് ക്യാൻ ഫ്രീലി പ്രാക്ടീസ് ഇൻ ദിസ് ആൻഡ് ദേ ക്യാൻ ഗെയിൻ idea regarding how to respond in a real life situation. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ് സിമുലേഷൻ. അപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുക? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സി പി ആറിൻ്റെ സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചിട്ട് നേരെ കാർഡിയാക് അറസ്റ്റ് ഉള്ള ഒരു പേഷ്യൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ചെയ്തോളാൻ പറയുകയാണ്. എങ്ങനെ ഉണ്ടാവും? ആദ്യമായിട്ട് ചെയ്യുകയാണ്, നിങ്ങൾ ഭയങ്കര പാനിക് ആയിരിക്കും. സ്റ്റെപ്സൊക്കെ തലയിൽ ഉണ്ടായാലും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നമ്മൾക്ക് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരും, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഷ്യൻ്റ് മരിച്ചെന്ന് വരാം. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നേരത്തെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നത് സോ ദാറ്റ് ദേ ക്യാൻ ആക്ട് പ്രോംപ്റ്റ്ലി ആൻഡ് പ്രിസൈസ്ലി ഇൻ എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. സോ എപ്പോഴും കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് പേഷ്യൻസിന് മാക്സിമം ഹാം ഒഴിവാക്കാനായിട്ട് ലബോറട്ടറിയിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ എക്സ്പേർട്സ് ആക്കുന്ന ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ് സിമുലേഷൻ. ഇതുകൊണ്ട് തന്നെ ദിസ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ക്ലിയർ ആയി എന്ന് തോന്നുന്നു സിമുലേഷൻ. നൗ ലെറ്റ്സ് സീ ദ ഡെഫിനിഷൻ ഓഫ് സിമുലേഷൻ. Simulation is a teaching strategy in which an environment that resembles real life situation is created to help the students to practice and gain experience as in a real life situation so that they can practice confidently when exposed to a real life situation. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ സാരാംശം തന്നെയാണ് ഇത്. ഇറ്റ് ഈസ് എ സ്ട്രീറ്റിംഗ് സ്ട്രാറ്റജി. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? Here we create an environment which resembles real life situation. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുക? To help students to practice and gain experience as in a real life situation. ഇത് എന്തിനാ ചെയ്യുക? So that they can practice confidently when exposed to a real life situation. There are two more definitions which are given by different authorities. Now, according to International Dictionary of Education, simulation is defined as a teaching technique in which a real life situation and values are simulated by substitute playing similar characteristics. So, International Dictionary of Education പറയുന്നത് സിമുലേഷൻ ഒരു ടീച്ചിങ് ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ ചെയ്യുക റിയൽ ലൈഫ് സിറ്റുവേഷനും അതുപോലെ തന്നെ വാല്യൂസും ഒക്കെ വേറെ ഒരു റോൾ പ്ലേ പോലെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഡിസ്പ്ലേയിങ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് വഴി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാർ ഒരു റോൾ പ്ലേ നടത്തുന്നത് വഴി കുട്ടികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സിമുലേഷൻ.
So simulation is defined as a teaching technique in which a real life situation and values are simulated by substitute playing similar characteristics. So ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനോട് സിമിലർ ആയ ഒരു സിറ്റുവേഷൻ ഒരുക്കുന്ന പ്രോസസ്സാണ് സിമുലേഷൻ, വേർ ആ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഉള്ള ആൾക്കാർക്ക് സിമിലർ ആയ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാർ റോൾ പ്ലേ മാതിരി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിമുലേഷൻ. So that is the definition given by International Dictionary of Education. Now we have yet another definition. So it says that simulation is a technique in which students act out or role play teaching situations in an attempt to make theory more practically oriented and realistic. സോ ഈ ഡെഫിനിഷൻ അനുസരിച്ച് പറയുന്നത് തിയറീനെ വെറും കൺസെപ്റ്റ്സ് ആയിട്ട് പഠിക്കാതെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് കുട്ടികൾ സ്വയം റോൾ പ്ലേ മാതിരി ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ അവതരിപ്പിക്കുന്ന പ്രോസസ്സാണ് സിമുലേഷൻ. So simulation is a technique in which students act out or role play teaching situations in an attempt to make theory more practically oriented and realistic. So these are the three definitions of simulation. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. I think the first definition would be the most apt one. Coming to the different types of simulation. Basically, there are three types of simulation, which are simulation exercise, simulation game, and role play. Now let's see one by one. First, about simulation exercise. So in a simulation exercise, there is a controlled representation of a piece of reality that the learners can manipulate to better understand the corresponding real situation. സോ സിമുലേഷൻ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എക്സസൈസ് കൊടുക്കുകയാണ്. ആൻഡ് ഇൻ ദിസ് എക്സസൈസ് വി വിൽ ഗീവ് എ സ്മോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ. എന്നിട്ട് കുട്ടികളോട് ചോദിക്കും, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഹൗ ഡു യു റെസ്പോണ്ട് ഓർ ഹൗ ഡു യു മാനേജ് ദിസ് എന്ന് ചോദിക്കും. ആൻഡ് the learners can freely manipulate their own ideas, their own viewpoints in order to correspond to that particular situation. ഫോർ എക്സാമ്പിൾ, ഒരു വീടിന് തീ പിടിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുക? സോ മെനി പീപ്പിൾ വിൽ ഹാവ് ഡിഫറെൻറ്റ് ഐഡിയാസ് അല്ലേ? അവർ ഫ്രീ ആയിട്ട് ആ ഒരു കാര്യത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് സിമുലേഷൻ എക്സസൈസ്. സോ ലെറ്റ്സ് സീ once more. Simulation exercise, it is a controlled representation of a piece of reality that the learners can manipulate to better understand the corresponding real situation. The next is simulation game. So simulation game, it is a game that represents a real life situation in which learners compete according to a set of rules in order to win or achieve an objective. സോ സിമുലേഷൻ എക്സസൈസിനെ ഇത്രയും കൂടെ ആക്റ്റീവ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് സിമുലേഷൻ ഗെയിം. ഇവിടെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നമ്മൾ ഒരുക്കിയിട്ട് അതൊരു ഗെയിം ബേസിലാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലെ പാർട്ടിസിപ്പൻസിനൊക്കെ ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് ദേ ക്യാൻ കോമ്പീറ്റ് എമംഗ് ദംസെൽഫ്. ഇവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ സെറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. So simulation game, it is a game that represents real life situations in which learners compete according to a set of roles in order to win or achieve an objective. So these are the first two types of simulation. We have one more, which is role playing. So role playing, it is a form of drama in which learners spontaneously act out roles in an interaction involving problems or challenges in human relations. സോ റോൾ പ്ലേയിങ്ങിൽ നമ്മൾ ചെയ്യുക, ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ്റെ ഒരു റഫ് സ്റ്റോറി കൊടുക്കും. ആ സ്റ്റോറിക്കുള്ളിലെ ഓരോ ക്യാരക്ടേഴ്സുമായിട്ട് ഓരോ കുട്ടികളെ അസൈൻ ചെയ്യും. എന്നിട്ട് അവരോട് എനാക്ട് ചെയ്യാൻ പറയും. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മാനേജ് ചെയ്യുക
എന്ന് റോൾ പ്ലേ ചെയ്യുന്ന പ്രോസസ്സാണ്